എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നാടൻ പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉള്ളിവട അല്ലെങ്കിൽ സവാള വട എന്ന് പറയും. വളരെ എളുപ്പമാണ്, അധികം ചേരുവകളൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ 3 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഒരു ഇഞ്ചി കഷ്ണം അത് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. 2 പച്ചമുളക് അതും കട്ട് ചെയ്ത് വയ്ക്കണം. പിന്നെ എടുത്തിരിക്കുന്നത് കറിവേപ്പില, അതും ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക. ഇനി ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് നല്ല പോലെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഞാനിവിടെ 1 ടീസ്പൂണാണ് ഉപ്പ് ചേർത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ രുചിക്കനുസരിച്ച് ചേർക്കാം. എന്നിട്ട് നല്ല പോലെ കൈ വച്ച് നല്ല പോലെ തിരുമ്മി യോജിപ്പിക്കണം. ആ സവാള ഒന്ന് സോഫ്റ്റ് ആവണം. പിന്നെ ഈ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പില എല്ലാം കൂടി ഒന്ന് നല്ല പോലെ മിക്സായി കിട്ടണം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് കടലമാവാണ്. ഒരു 1/4 കപ്പ് കടലമാവ് ചേർത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ 1/4 കപ്പ് മൈദമാവും കൂടി ചേർക്കണം. 2 ഈക്വൽ ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത്. ഇതും കൂടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് ഒരല്പം ഒരു എരിവ് ഉണ്ടാവണം. പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഇനി ഇവിടെ ഞാനൊരു സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്യണം. വെളിച്ചെണ്ണ നല്ല പോലെ ഒന്ന് ചൂടാക്കണം. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക്, ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാവണം. അപ്പോൾ ഇങ്ങനെ ബബിൾസ് പോലെ അതിൽ നിന്ന് വരും. അതാണ് ആ പാകം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് നല്ലപോലെ ഉരുട്ടി ഒന്ന് പരത്തി കൊടുക്കണം. അധികം കനം പാടില്ല, അപ്പോൾ മൂത്ത് കിട്ടാനായിട്ട് താമസം വരും. എന്നിട്ടൊന്ന് പരത്തി ഇതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് വെളിച്ചെണ്ണ വേണമെന്നില്ല, സൺഫ്ലവർ ഓയിലായാലും മതി. പക്ഷെ ഒരു നാടൻ പലഹാരമായതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഓരോ ഉരുളകളാക്കി ഒരു 2ഓ 3ഓ ഒക്കെ ഒരു പ്രാവശ്യം ഇട്ടാൽ മതി. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് അത് നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 3 എണ്ണമാണ് ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു വശം ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി വന്നപ്പോൾ അത് 3ഉം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് ആ ഭാഗവും ഒന്ന് നല്ലപോലെ ബ്രൗൺ നിറമായി വരുമ്പോൾ ഏകദേശം അപ്പോൾ മൂത്തിട്ടുണ്ടാവും, ഉള്ളൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കണ്ടോ, ഇപ്പോൾ നല്ലപോലെ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്, ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കോരി മാറ്റാം. അടുത്തതായിട്ട് ഒരു 3 എണ്ണം ഇട്ട് കൊടുത്തു. തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു. എന്നിട്ടത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റി. അങ്ങനെ ഇത്രയും ക്വാണ്ടിറ്റി വെച്ചിട്ട് എനിക്ക് 8 എണ്ണമാണ് ഉണ്ടാക്കാൻ പറ്റിയത്. നല്ല മുരുമുരാന്നുള്ള ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടെന്നൊന്ന് നമുക്ക് നോക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. കൊള്ളാം, നന്നായിട്ടുണ്ട്. പാകത്തിന് ഉപ്പും എരിവും, ഒരു ചെറിയൊരു എരിവും ഒക്കെ ഉണ്ട്. ഒരു ചെറിയൊരു ക്രിസ്പി ആയിട്ട് തരിതരിപ്പായിട്ട് ഇരിപ്പുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. Thank you so much.